ദൈവഭാഗവതത്തിൻ്റെ 10 ഭാവങ്ങൾ മനസ്സിലാക്കി കൃത്യമായി ആ പ്രാർത്ഥന ഇഷ്ടത്തെ ചെയ്യണം. അവിടെയാണ് അതിൻ്റെ മഹത്വം ഇരിക്കുന്നത്. മഹത്വം ദൈവഭാഗവതം ഇത് ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഈ 24 പ്രദക്ഷിണം വെക്കുമ്പോൾ ആൽമരത്തിൻ്റെ 7 ബാക്കി 17 പ്രദക്ഷിണം. ഇത്രയാണ് ഈ സംഭവം. ഒരു മനുഷ്യന് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവണം. ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ സന്ധിബന്ധങ്ങൾക്ക് വാദമില്ലാതെ ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം 300 മീറ്റർ നടക്കണം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം കഴിഞ്ഞ് ഉക്കമൊരു ശിരസാസനം കഴിഞ്ഞ് കുളിച്ച് ഇറങ്ങി നടന്ന ക്ഷേത്രത്തിൽ പോയി 24 പ്രദക്ഷിണം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു ഭക്തൻ 300 മീറ്റർ നടന്നു കഴിഞ്ഞു. ആ 300 മീറ്റർ നടന്നാൽ ആ ഭക്തന് ദുരിതപ്പെട്ട രോഗമൊന്നും ഉണ്ടാവില്ല. അത് കഴിയുമ്പോൾ അന്നദാനം. ക്ഷേത്രത്തിൽ അന്നദാനം. ക്ഷേത്രത്തിൽ വരുന്ന ആരും പട്ടിണിയോട് പോകാൻ പാടില്ല. മഹാത്മാഗാന്ധിജി പറഞ്ഞു, വിശക്കുന്നതിന് മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അപ്പമായിട്ടാണ്, ആഹാരമായിട്ടാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ ആഹാരദാനം കൊടുക്കുക. ഒരു ഭക്തർക്ക് എത്ര പുണ്യമാണ്! ഈ അരിയും വെജിറ്റബിൾസ് എല്ലാം കൊണ്ടു കൊടുക്കുന്നത് പുണ്യമാണ്. അത് പാചകം ചെയ്യുന്നത് പുണ്യമാണ്. അത് വിളമ്പി കൊടുക്കുന്നത് പുണ്യമാണ്. അത് ഭക്തർ കഴിച്ചിട്ട് പോയി കഴിയുമ്പോൾ അവിടെ വൃത്തിയാക്കുന്ന പുണ്യമാണ്. ഭക്തർക്ക് 4 പുണ്യം. കഴിക്കുന്നവനോ 5 പൈസ കയ്യിലില്ല, പട്ടിണിയാവാൻ തുടങ്ങാൻ. അപ്പോഴാണ് ക്ഷേത്രത്തിൽ പോയി തൊഴുതു ആഹാരം കഴിച്ച് തൃപ്തനായി തിരിച്ചു പോകുക. എത്ര ഭക്തന്മാർ തൃപ്തരായി തിരിച്ചു പോകുന്നോ അത്രയും ആ ക്ഷേത്രത്തിലെ ഭക്തർക്ക് പുണ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. പുണ്യം വളരെ സത്യമാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് അന്നദാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങൾ പൊടിയും തട്ടി കാറൊക്കെ ഒറ്റവിടിയില്ല. ഹിന്ദുവിന് പറ്റുമോ? ഹിന്ദുവിന് പറ്റില്ല. ഹിന്ദു ക്ഷേത്രത്തിലെ ആചാരങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിൽ പോകുമ്പോൾ തിരിച്ചവൻ ദൈവയുടെ മുമ്പിൽ വരും. എന്നിട്ടൊരു യാത്രാന്ന് വിളിച്ചിട്ടുണ്ട്. എന്നെ വളരെ സ്വാധീനിച്ചൊരു യാത്രാമൊഴിയാണ്. ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാണ്. ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഹിന്ദുക്കൾ ക്ഷേത്രം ചെയ്യുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, ഞാൻ ചൊല്ലിയിട്ടേ തിരിച്ച് കാലത്തിൽ പോകും. കാരണം ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ ആത്മഹത്യ ദർശനം നടത്തി 24 ദർശനങ്ങൾ പൂർത്തിയാക്കി ദൈവയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു, അന്നദാനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഭഗവാന്റെ മകളുടെ മുമ്പിൽ വരും. എന്നിട്ട് യാത്രാമൊഴി ചൊല്ലുകയാണ്, ഭഗവാനെ, ഭഗവതിയെ, ഞാൻ പോവാണ്. ഇനി ഈ ക്ഷേത്രത്തിൽ വരാമെന്നോ ഇവിടെ പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു ഉറപ്പില്ല. പക്ഷേ ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭഗവാനെ, ഭഗവതിയെ, ഞാൻ 3 കാര്യം ചോദിക്കുകയാണ്. തന്നേ പറ്റും. തവണ വേണ്ട ഞാൻ ആലോചിക്കരുത്. തന്നേ പറ്റും. എന്നിട്ട് ഭക്തർ ചൊല്ലുന്ന മന്ത്രമുണ്ട്. ഭഗവാനെ, അനായാസേന മരണം, വിനാ ദൈന്യതേ ജീവിതം, ദേഹിമേ കൃപയാം വിഷ്ണു, ത്വയി ഭക്തി അചഞ്ചലം. ഭഗവാന്റെ യാത്ര കഴിയാണ്. ആദ്യം ചോദിക്കുന്നത് എന്താണ്? അനായാസേന മരണം. എൻ്റെ മരണം ആയാസമില്ലാത്തതായിരിക്കണം. പോകുന്ന വഴിക്ക് കാർ ആക്സിഡൻ്റ് ഉണ്ടായി റോഡിൽ കിടന്ന് പിടച്ചവിടെ ചാവരുത്. ക്യാൻസർ രോഗിയെ കട്ടിൽ കിടന്ന് അയ്യോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ചാവരുത്. ICUവിനകത്തെല്ലാം ട്യൂബെല്ലാം വിറ്റത് ചാവരുത്. അനായാസേന മരിക്കണം. ഞങ്ങൾ ക്രിസ്ത്യാനി വേദോസത്തിൽ പറയും, നീതിമാൻ ഉറക്കത്തിൽ മരിക്കും. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ ചത്ത് കിടന്നാൽ സ്വർഗ്ഗം ഉറപ്പാ ക്രിസ്ത്യാനിക്ക്. ഇത് തന്നെയാണ് ഹിന്ദു പ്രാർത്ഥിക്കുന്നത്, അനായാസേന മരണം. രണ്ടാമത് ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നത് വിനാ ദൈന്യതേ ജീവിതം. ജീവിതത്തിൽ ഒരിക്കലും ദയനീയാവസ്ഥ ഉണ്ടാകരുത്. നടക്കാൻ വയ്യ, 2 പേരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് നടക്കാൻ. എനിക്ക് റോഡിൽ നടക്കാൻ പറ്റിയ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. ഞാൻ കൈക്ക് പിടിച്ച സ്റ്റെപ്പിലോട്ട് കയറി 70 വയസ്സായി. അതിൻ്റെ പരിഗണനയാണ്. നടക്കാൻ വയ്യ, ചോറ് വെച്ച് തിന്നാൻ വയ്യ. കൊച്ചുമക്കളൊന്നും ഉരുളയാക്കി വായിലോട്ട് തരിങ്കിലും തിന്നാൻ പറ്റുമോ? പിന്നെ പണപരമായ ദാരിദ്ര്യം കൊണ്ട് കൈ നീട്ടുക. മരുമോട് മുമ്പിൽ കൈ നീട്ടുക. എൻ്റെ അമ്മ ഭൂമിയിൽ ഇതുപോലെ പെരിയൊരു സാധനമില്ല. മരുമോട് മുമ്പിൽ കൈ നീട്ടുക. എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നു, വിനാ ദൈന്യതേ ജീവിതം. മരണം വരെ ശാരീരികമായോ ധനപരമായോ ദയനീയാവസ്ഥയിലേക്ക് എന്നെ എത്തിക്കരുത്. മൂന്നാമത്തെ പ്രാർത്ഥിക്കുന്നത് ദേഹിമേ കൃപയാം വിഷ്ണു, ത്വയി ഭക്തി അചഞ്ചലം. എൻ്റെ ദേഹി, എൻ്റെ ആത്മാവ്. ശരീരം മരിച്ചു, എൻ്റെ ആത്മാവ് ഭഗവാനെ നേരെ അങ്ങേടടുത്ത് വന്ന് ത്വയി ഭക്തി അചഞ്ചലം. അങ്ങേടെ ഭക്തിയോട് നിൽക്കാൻ കഴിയാവും. എന്ന് പറഞ്ഞാൽ എന്താണ്? മോക്ഷം കിട്ടണം. മോക്ഷം കിട്ടുന്നതുകൊണ്ട് ആത്മാവെ നേരിട്ട് ഭഗവാന്റെ അടുത്ത് എത്തുള്ളൂ. അല്ലാത്ത ആത്മാവിൻ്റെ ഭൂമിയിൽ അലഞ്ഞിരിഞ്ഞ് നടന്ന് വല്ല പട്ടിയും പൂച്ചയും കൃമിയൊക്കെ ആയിട്ട് ജനിച്ച്
അല്ലെങ്കിൽ ഭൂതമായിട്ട് മാറി ലോകത്തിൽ കൊണ്ട് നാശം ഉണ്ടാക്കും. അപ്പോൾ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുകയാണ്, ദേഹീമേ കൃപയാം വിഷ്ണു തുയി ഭക്തി. മരിച്ചാൽ എൻ്റെ ആത്മാവ് അപ്പം തന്നെ അങ്ങയുടെ അടുത്ത് എത്തിച്ചേർന്ന് തൊഴുകയോട് അങ്ങോട്ട് നിൽക്കാനിടയാവണം, മോക്ഷം കിട്ടുന്നു. എന്തൊരു അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥനയാണ്. ഇത് മൂന്നും കിട്ടിയാൽ നമ്മുടെ ലോകത്തിൽ എന്തെങ്കിലും ബാക്കി വേണോ? ആയാസമില്ലാതെ അനായാസനം മരിക്കുക, ആരുടെ മുമ്പിലും തെണ്ടണ്ട സാഹചര്യം ഉണ്ടാക്കുക, ദയനീയമായി നിൽക്കേണ്ട അവസ്ഥ ഒഴിവാക്കാം. വിനാ ദൈന്യതയെ ചെയ്തു ദേഹിമേ കൃപയാ വിഷ്ണു തൊയ്യി ഭക്തി. ഞാൻ മരിച്ചാലേ എൻ്റെ ആത്മാവ് മോക്ഷം കിട്ടി അങ്ങയുടെ അടുത്ത് എത്തണം. സുന്ദരമായ പ്രാർത്ഥനയാണ്. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പോകുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് പോകും, ജീവിതം സമ്പുഷ്ടമാകും. ക്രിസ്ത്യാനിയെ ഞാൻ നിങ്ങളുടെ ആ ക്ഷേത്രത്തെ പ്രാർത്ഥന കോപ്പി ചെയ്യും. ഞാൻ പള്ളിയിൽ പോകും, ഇറങ്ങുമ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലും. സമ്പുഷ്ടമായ ജീവിതം, സമ്പുഷ്ടമായ മരണം. ഇവിടെയാണ് ക്ഷേത്ര ആചാരങ്ങൾ നമ്മളെ അമ്പരപ്പിക്കുന്നത്. ഞാൻ 7 ആചാരങ്ങളെ പറ്റി പറഞ്ഞത്, നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത്തിട്ട് പോകുന്നതിനേക്കാൾ ഉപരി വെളുപ്പാക്കൾ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി ക്ലാസ്സിൽ തിരിച്ചു വരുന്നവരെ നമ്മൾ ചെയ്യുന്ന ഓരോ ആചാരവും നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു, നമുക്ക് ജീവിതം ശരിയാക്കുന്നു, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ സമ്മതിക്കുന്നു, സന്തോഷമായി ജീവിച്ച് മോക്ഷം പ്രാപിക്കാൻ പറ്റും. അതാണ് ക്ഷേത്രാചാരങ്ങളുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 10,000 കൊല്ലമുള്ള മഹത്തായ ഒരു ക്ഷേത്രം നിങ്ങൾക്ക് ചരിത്രത്തിൻ്റെ ഗതിയിലൂടെ വളർന്ന് ഈ പരുവത്തിലെത്തി. ഇപ്പോൾ എന്ത് പറ്റുന്നു? വളരെ മിടുക്കരായ ക്ഷേത്ര ഭരണാധികാരികൾ അതിന് ചെമ്പോൽ സമർപ്പിച്ചു. ആ ക്ഷേത്രത്തിലെ 9 ഘടകങ്ങളുള്ള വലിയ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് ചരിത്രവും ഐതിഹ്യവും എഴുതിയുണ്ടാക്കി ലോകപ്രസിദ്ധമാക്കിയ ഒരു പുണ്യക്കാർ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തും. ആ രീതിയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ലോകത്തിലെ ഭക്തരെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്ന അതിശ്രേഷ്ഠമായ ക്ഷേത്ര പരമ്പരയിലെ മഹത്തായ ക്ഷേത്രമായി മാറാൻ ഈ പുതിയകാവ് ദേവീക്ഷേത്രത്തിന് കഴിയട്ടെ. ഇവിടുത്തെ ഭക്തർക്ക് ഈ ക്ഷേത്രത്തിനും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നിറഞ്ഞ സന്തോഷത്തോടെയും മനസ്സിൽ അതിലേറെ നിറവോടെയുമാണ് ശ്രീ അലക്സാണ്ടർ സാറിൻ്റെ പ്രസംഗം നമ്മൾ ഏവരും കേട്ടുകൊണ്ടിരിക്കണമെന്നുള്ളത് ഞാനിവിടെ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് പ്രഭാഷണത്തിൻ്റെ ആശയം എന്ന് ഞാൻ തുടക്കത്തിൽ വെറുതെ ഒരൊറ്റ വാക്ക് പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ.